ഹായ് ഗൈസ്, ഞാൻ ഈ വീതിയിലൂടെ എല്ലാം നടക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഒരുപാട് അതികായകന്മാർ, ഞങ്ങളുടെ മുൻഗാമികൾ, ഞാൻ പറയുന്ന ഏർലി 70s ഉരുവിലും കപ്പലിലെല്ലാം പോയി അവിടെ ദുബായിലൂടെ വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ മൊയ്തുക്കയുടെ ഫാദറുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ജീവചരിത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അത് ആ ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം ഖിയാന്ന് അത് എഴുതിയത്. മാഷാ അല്ലാ, അതേപോലെ ഒരുപാട് അതികായകന്മാർ. എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിലുള്ള മലയാളീസിനെ ഈ രീതിയിലേക്ക് വളരെ ഇത്രയും സമുന്നതമായ ഉയർച്ചയിലേക്ക് എത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാസികളുടെ വിയർപ്പെന്ന് ഞാനിങ്ങനെ യാത്രയിൽ മനസ്സിലാക്കി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ്. ഒരു ഓഷ്യനാണ്, ഒരു കടൽ പോലെയാണ്. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അത്രമാത്രം തൊഴിലവസരങ്ങളുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ്, ഒരു നല്ലൊരു ഹബ്ബാണ് ദുബായ്. അപ്പോൾ നമ്മുടെ പ്രിയങ്കരായ എല്ലാ പ്രവാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അവരൊരുപാട് സമ്പൽ സമൃദ്ധിയിലുണ്ടാവട്ടെ. അതിലൂടെ ഒരു പങ്ക് കേരളത്തിലേക്കും വരട്ടെ. കേരളത്തിലുള്ള ഓരോരുത്തരും അതനുഭവിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മൈ പ്രവാസി ടീം. ഹായ് ഗൈസ്, ഞാൻ ഈ വീതിയിലൂടെ എല്ലാം നടക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഒരുപാട് അതികായകന്മാർ, ഞങ്ങളുടെ മുൻഗാമികൾ, ഞാൻ പറയുന്ന ഏർലി 70s ഉരു